എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഹാപ്പി ബർത്ത്ഡേ. നിന്റെയൊക്കെ ഹാപ്പി ബർത്ത്ഡേ. ഞാൻ നന്നായി പോയി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ ഞാൻ നിന്റെ അടുത്തൊക്കെ. ഞാൻ തെറിയൊന്നും പറയൂല ഇനി. ഞാൻ നന്നായതുകൊണ്ട് മാത്രം നീയൊക്കെ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. ഡെയിലി ഒരു ഹാപ്പി ബർത്ത്ഡേ കൊണ്ടുവരും. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. കൺസിസ്റ്റൻസി അങ്ങനെ പറയല്ലേ. ഇവിടെ നിങ്ങൾ അങ്ങനെ പറയുന്നതിന്റെ അടുത്ത ദിവസമായിരിക്കും എന്തെങ്കിലും വള്ളി വന്ന് എന്നെ കൊണ്ടുപോടാ, പിന്നെ ലൈവേ ഇല്ല. സത്യം പറയാലോ, നിങ്ങൾ അങ്ങനെ പറയരുത്. ക്യാമറ ആംഗിൾ എന്താ പറ്റി? ക്യാമറ ആംഗിൾ മാറ്റിയോ? ഇല്ല. അതിപ്പോ ഞാൻ ഈ റൂം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി കുറെ സാധനങ്ങൾ പറക്കി ബാക്കി വെച്ചേക്കുക. അതുകൊണ്ടാ. മനസ്സിലായോ? നാളെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. നാളെ എല്ലാം ഒന്ന് വൃത്തിയാക്കി സെറ്റ് ആക്കണം. എല്ലാം കൂടെ എടുത്തു വെച്ചിരിക്കുക. അർജിത് സിംഗ് റിട്ടയർഡ്. ഞാൻ കണ്ടറാ, ഞാനത് കമന്റ് ഇട്ടറാ. പക്ഷെ ഇത് കുറച്ച് നേരത്തെ ആയതുപോലെ തോന്നുന്നില്ലേ ഗൈസ്? പുള്ളിക്ക് കുറച്ചുകൂടെ ഒക്കെ അടിപൊളി സോങ്സ് ചെയ്യായിരുന്നു. പക്ഷെ ഒരു ലെഗസി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാ. ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞില്ലേ, ടി വി ഒക്കെ നിർത്തുകയാണെങ്കിൽ നമ്മളെപ്പോഴും നല്ല രീതിയിൽ ഇരിക്കുന്ന സമയത്ത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു കുറ്റവും ഫ്യൂച്ചറിൽ പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? പ്രൈമിൽ നിർത്തി പോവാന്ന് പറഞ്ഞാൽ അത് എല്ലാരെയും കൊണ്ട് പറ്റുന്ന കാര്യവുമല്ല. അത് സത്യം പറഞ്ഞാൽ സമ്മതിക്കേണ്ട കാര്യമാണ്. പുള്ളിയുടെ പ്രൈമിൽ നിൽക്കുമ്പോഴേ ഇനി പാട്ടുകളൊക്കെ ഇറങ്ങി പണ്ടത്തെ അർജിത്ത് അടിപൊളിയായിരുന്നു, ഇപ്പോഴത്തെ കൊള്ളത്തില്ല എന്ന് പറയുന്നത് പുള്ളിക്ക് കേൾക്കാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാകത്തില്ല. അതുകൊണ്ടായിരിക്കാം നേരത്തെ നിർത്തിയത്. മനസ്സിലായ? അതൊരു പ്രത്യേക സംഭവമാണ്. ടർഫ് കോളിംഗ് എന്നുണ്ടല്ലേ? എന്നാണ് ടർഫ് കോളിംഗ് ഉള്ളത്? നമുക്ക് നോക്കാം. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഞാൻ കേസ് അപ്ഡേറ്റ് ലൈവിൽ പറയാൻ പറ്റത്തില്ല ബ്രോ. കേസ് അപ്ഡേറ്റ്സ് ഒന്നും ലൈവിൽ പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ പ്രൊഫൈലിൽ നിന്ന് ഒരു വീഡിയോ റിമൂവ് ആയി. എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നിന്ന് ഒരു വീഡിയോ റിമൂവ് ആയി. ബാക്കിയൊക്കെ കേസിൻ്റെ വിധി വന്നതിന് ശേഷം മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ. അതുവരെ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മനസ്സിലായ? എനിക്ക് ഈ വരുന്ന 31 ട്രിവാൻഡ്രം സ്റ്റേഷനിൽ ചെല്ലാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞേക്കാണ്. സൈബർ ഇതിൽ ചെല്ലാൻ പറഞ്ഞേക്കുക. അപ്പോൾ അവിടെ ചെല്ലണം. ഇനിയിപ്പോൾ എത്രയൊക്കെ ട്രാവൽ ചെയ്യേണ്ട വന്നാലും ഇതിനൊരു ഇതുണ്ടാക്കിയതിന് ശേഷമേ ഞാൻ എന്തായാലും അത് നിർത്തത്തുള്ളൂ. ഇനിയിപ്പോൾ എത്ര ട്രാവൽ ചെയ്യേണ്ട വന്നാലും എവിടെയൊക്കെ പോകേണ്ട വന്നാലും ഒരു കുഴപ്പമില്ല. പിന്നെ വേറൊരു വലിയൊരു എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു കാര്യം പറയാം ഗൈസ്. എന്നെ ഒരുപാട് അമ്മമാരും ഒരുപാട് ടീച്ചർമാരും ഒക്കെ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ പറഞ്ഞു. ഇന്ന് എനിക്ക് ഒരുപാട് വന്ന്. ഇന്ന് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കുറേ പേര് വന്ന്, കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു. കുറേ ആൾക്കാർ അറിയുന്നത് ഇപ്പോഴാ. മനസ്സിലായോ? ഇവരുടെയൊക്കെ വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ടെന്ന് കുറച്ച് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് പോലും ഇപ്പോഴാ. ഇത് കണ്ടുകൊണ്ട് കുറേ പേര് മക്കളുടെയും അനിയന്മാരുടെയും ചേട്ടന്മാരുടെയും ഒക്കെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഒരു കുഞ്ഞിനെ കൊന്ന കേസ് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ഒരു കൊച്ചു കുഞ്ഞിനെ അച്ഛൻ കൊന്നു കളഞ്ഞു. അവന്റെ ടെലഗ്രാമും വാട്സപ്പും ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഫുള്ള് ഇതുപോലത്തെ ഗ്രൂപ്പിലും ഇതുപോലത്തെ വീഡിയോസും അതും ഇതൊക്കെ അയക്കുന്ന ഒരുത്തൻ. മനസ്സിലായ? ഇത് ജസ്റ്റ് ഒരു വീഡിയോ കാണുന്നു, ഇവര് വീഡിയോ അയക്കുന്നു. അത് മാത്രമല്ല നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ഇവരുടെ മെന്റാലിറ്റി ചേഞ്ച് ആവുന്ന ഒരു കാര്യമില്ല. അതിനെ പറ്റിയും കൂടെ പറയണം. കൊച്ചിന് 2 വയസ്സ് 1.5 വയസ്സൊന്നുള്ള കൊച്ചിനെ അവന്റെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻസുകളൊന്നും നടക്കത്തില്ലെന്നുള്ള ഇതുകൊണ്ട് ഒന്ന് കളഞ്ഞു. ഓക്കെ, എന്നാലും ഒന്നും പറയാനില്ല അതിനൊന്നും. അപ്പൊ എന്തായാലും എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. ഇന്ന് ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചത്. ഇവിടെ ഇത് പൂച്ചക്കുട്ടി ഒന്ന് തല കാണിച്ചിട്ട് പോയ മറ്റേ ഇൻട്രോവേർട്ട് പയ്യൻ. എടാ അത് പ്രിന്റ് ആയേ ഗൈസ്. ഞാനൊരു പ്രിന്റ് ഇട്ടേക്കുക. അത് ഇപ്പൊ എന്റെ ചിലപ്പോ ഇവിടുത്തെ കറണ്ട് ഇപ്പൊ ട്രിപ്പായി പോകും. ഇതാണ് അതിന്റെ സോഫ്റ്റ്വെയർ. നമുക്ക് ലൈറ്റിൽ ക്യാമറയിലൊക്കെ കാണാൻ പറ്റും കേട്ടോ. മനസ്സിലായേ? ഞാൻ ഒരു പ്രിന്റ് ഇട്ടേക്കുക. ഇത് കണ്ട ടൈം ട്രിപ്പായി. അതൊന്ന് ഓണാക്കിയടാ. ടൈം നോക്കിയ ഗൈസ്, 11 മണിക്കൂർ 57 മിനിറ്റും ഈ പ്രിന്റ് തീരാൻ. സത്യം പറയാൻ ഒരു വലിയ പിക്കാച്ചുവിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. വലിയ പിക്കാച്ചുവിനെ. അതിന്റെ ഒരു പാർട്ട് അതിലൊരു എന്താ ഫോറിൻ ഒബ്ജക്റ്റ് ഡിറ്റക്റ്റഡ് ഓൺ ഹീറ്റ് ബെഡ്. അതെന്താ? ഒരു മിനിറ്റ്. ഫോറിൻ ഒബ്ജക്റ്റാ? അതെന്ത്
വീട്ടില് തമാശകളാണ് വിചാരിച്ചത്. ഇഗ്നോർ ആൻഡ് റെസ്യൂം. ആ ഓൾ ഗുഡ്. സെറ്റ്. ആ ഗൈസ്, ഞാൻ വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് ഞാൻ ഇതിനകത്ത് പ്രിന്റ് ചെയ്തതാ. സിംഗിൾ പ്രിന്റ്, ഒറ്റ പീസ്. കണ്ണാടി വരണ്ട. ഇത് കേട്ടോ, ലെറ്റ്സ് ഗോ. കേട്ടാ, എങ്ങനെയുണ്ട് കിടുതല്ലേ? ഇതൊരു 12 മണിക്കൂറത്തെ പ്രിന്റാ. ഏകദേശം ഒരു 12 മണിക്കൂർ എടുത്ത പ്രിന്റാ. കൂടുതൽ ഇനി മാസ്കൊക്കെ വെച്ച് ഇറങ്ങണം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പ്രിന്റ് എടുത്തതാ. ഞാൻ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ ഇത് മെഷീൻ നമുക്ക് എവിടെ നിന്ന് വേണേലും ഗൈസ്, എവിടെ നിന്ന് വേണേലും നമുക്ക് ഇത് കാണാവുന്നതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ പ്രിന്റ് ഇട്ടിട്ട് അങ്ങ് പോകും. മനസ്സിലായോ? എടാ, നീ ഈ ഹോബി ഗ്രേഡ് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങളൊക്കെ ഇത് മേടിക്കണം. ഇതൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാ. നിങ്ങൾ കണ്ടിട്ടില്ലേ, കടയിൽ ചിലപ്പം 60 രൂപയ്ക്കും 100 രൂപയ്ക്കും ബിരിയാണി കിട്ടും. പക്ഷെ നമ്മൾ പോയി വണ്ടി എടുത്ത് പോയി ഹോട്ടലിൽ പോയി അല്ല അങ്ങനെയല്ല, നമ്മൾ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കുക്ക് ചെയ്ത് സമയം കളഞ്ഞ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു സുഖം കിട്ടത്തില്ലേ? ആ സുഖം നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ഇതൊക്കെ കടയിൽ മേടിക്കാൻ കിട്ടും, പക്ഷെ ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനാ. ഗൈസ്, ഇത് ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. ഇതിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക്, ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ അടുത്ത കാര്യം പറയാം. ബാംബു ലാബ്സിന്റെ മെഷീൻസ് എല്ലാം നിങ്ങൾക്ക് ഒരു 40,000 രൂപയൊക്കെ കൊടുത്തിട്ടും എൻ്റെ ഇരിക്കുന്ന മെഷീൻ 1.7 ലാക്കാ. ഇതിനകത്തൊക്കെ ക്വാളിറ്റി നിങ്ങൾ എടുക്കുന്ന ഈ ഫിലമെന്റിനനുസരിച്ചിരിക്കും. സത്യം പറഞ്ഞാൽ 40,000 മെഷീൻ മേടിച്ചാലും മറ്റേത് മേടിച്ചാലും ഏകദേശം ഒക്കെ സെയിമാ. പക്ഷെ ടൈമാണ് വ്യത്യാസം. മനസ്സിലായോ? കറണ്ട് ബില്ലൊന്നും ഇല്ല ഗൈസ്, എനിക്ക് ഈ മാസം കറണ്ട് ബില്ല് വന്നത് എല്ലാം കൂടി 1200 രൂപ എന്തോ ആണ് കറണ്ട് ബില്ല് വന്നത്. പക്ഷേ ഈ സ്ട്രീമിങ് ചെയ്തതിൻ്റെ ഒക്കെ അടുത്ത മാസം വരത്തുള്ളൂ. അത് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് 10 മണിക്കൂർ ഓടുന്നതിന് 8 രൂപ എന്തോ ഉള്ളൂ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നോക്കണം. കറണ്ട് പോയാൽ എൻ്റെ വീട്ടിൽ കറണ്ട് പോകത്തില്ല ബ്രോ, ഞാൻ ഇൻവെർട്ടർ ചെയ്തേക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് കറണ്ട് പോകത്തില്ല. അതാണ് 480 ബാഹുബലിയോ അത്ര ഉള്ള. കറണ്ട് ബില്ല് ഭയങ്കര കുറവാ ബ്രോ, കറണ്ട് ബില്ല് വരട്ടെ, വരുമ്പോ. പക്ഷെ ഇവിടെ 1590 ആണല്ലോ ഇവിടെ നിന്ന് കറങ്ങുന്നേ. അതിന്റെ കറണ്ട് ബില്ല് എന്തായാലും വരും. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ സോളാറും ഇല്ല, അതാ പ്രശ്നം. ഇവിടെ സോളാറും ഇല്ല. ഒരു കഥ തുറന്നൊരു കടവാവല് കയറി വരുന്നു. ഞാൻ ഒരാളെ കാണിച്ചു തരാവേ. വരുന്നുണ്ട്. കണ്ട ഇപ്പൊ ഇതാ പരിപാടി. വന്നിരിക്കുന്നതാ തെന്നു വീണാ. കണ്ട ഇപ്പൊ ഇത്രയായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ സമയം എന്ത് പെട്ടെന്നാ പോണേന്ന്. കണ്ട ഇവൻ ഇപ്പൊ മുട്ടയില എഴിഞ്ഞു തുടങ്ങി. തൊടയിലൊക്കെ പിടിക്കണത് എണ്ണീറ്റ്. എണ്ണീറ്റിരിക്കുന്നുണ്ട. ധർമ്മൻ എനിക്ക് ലൈവ് ഇടണം. ഡിസ്റ്റർബ് ചെയ്യല്ലേ ധർമ്മൻ. എന്ത് പെട്ടതല്ലേ വന്നതവൻ. അയ്യോ, ചേച്ചി അതെല്ലാം കടിച്ചല്ലേ. എടാ, അവനെ എടുത്തോളാം, ഞാൻ ലൈവ് തുടങ്ങട്ടെ. ധർമ്മൻ വരുന്നില്ല ഏട്ടാ. ധർമ്മൻ മൈക്കിലൊന്നും പിടിക്കല്ലേ. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഇന്നത്തെ 3D പ്രിന്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോ എല്ലാ ദിവസവും തുടങ്ങുമ്പോൾ 3D പ്രിന്ററിലാണ് തുടങ്ങണത് അല്ലേ? ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഇതിന്റെ പ്രിന്റിംഗ് പ്രോഗ്രസ് എവിടെ വരെ ആയത്. അതിൽ ഒരു സാധനം കാണിച്ചു തരട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം പ്രിന്റ് എടുത്ത സാധനം ഇല്ലേ, അത് ഇതുണ്ട്. ഇത് ഞാൻ ഇന്നലെ പ്രിന്റ് എടുത്ത ബോക്സ് ആണ്. അതുകൂടെ കാണിച്ചു തരാം. ഇതെല്ലാം എനിക്ക് നിങ്ങളെ കാണിച്ചു തരണം. അതുകൊണ്ട് ഇത് കണ്ട ഇതെന്റെ സ്റ്റോറേജ് ബോക്സാ. ഇത് സിംഗിൾ പ്രിന്റാ. ഇത് ഇങ്ങനെ തുറന്ന് അതിന്റെ സാധനങ്ങളൊക്കെ അതിന്റെ ടൂൾസ് വെക്കുന്നു. കണ്ട ഇതിന്റെ പ്രിന്റ് വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. അയ്യോ, ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ.
അതൊക്കെ എന്തൊരു പരിപാടി പ്ലേ. ആ അതെ 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 അതെ. കണ്ടാ ഇങ്ങനെയാണത് പ്രിന്റ് ചെയ്യണം. കണ്ടാ ടൈം ലാബ്സ്. 6 മണിക്കൂർ എടുത്ത പ്രിന്റാ. എന്താ ഇത്രേ ഉള്ളൂ. കണ്ടേ ഇതാ മറ്റേ സാമാനത്തെ കണ്ടാ നിങ്ങൾ ഇന്നലെ കാണിച്ചില്ലേ? ഇതാ ഇത് ഇവനെ കാണിച്ചില്ലേ? ഇവനെ പ്രിന്റ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഇവനെ പ്രിന്റ് ചെയ്തത് പ്ലേ. ഇതാ കണ്ടോ ഇവനെ പ്രിന്റ് ചെയ്ത് നോക്കിക്കോണേ. ഇത് ഇങ്ങനെ വരുന്നുണ്ടോ? ഇങ്ങനെ കുറെ മരച്ചില്ല പോലത്തെ കുറെ സപ്പോർട്ടൊക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ പ്ലെയർ വെച്ച് പ്ലക്ക് ചെയ്ത് ക്യാപ്ഷൻ ബ്രോ താങ്ക് യു സോ മച്ച് ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. കണ്ടേ കണ്ടേ ഇങ്ങനെയാണ് അത് പ്രിന്റ് ചെയ്ത് വരുന്നത്. അതൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ്. ഇതിങ്ങനെ ഒടിച്ചെടുത്ത് ഉണ്ടാക്കി വരിക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകത. RP സ്ട്രീമർ, പ്രിന്റ് സ്ട്രീമർ ഇതൊക്കെ പഠിച്ചിരിക്കട്ടെ നിങ്ങളൊക്കെ. ഇതൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ഒന്നും വേണ്ട. ഇതാ ഇത് കണ്ട കീ ചെയിൻസ്. എടാ ഇതൊക്കെ ഒരു കുളത്തിനകത്ത് കയറ്റിയിട്ട് വിറ്റെങ്കിലും ജീവിക്കാൻ കുറച്ചാൾ കഴിയുമ്പോൾ മനസ്സിലായി. അതാ ഡെമോഗോർഗനൊക്കെ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. കണ്ട ഡെമോഗോർഗനൊക്കെ ഇതെന്തോ പ്രിന്റ് ചെയ്ത് ഇതായി പോയതാ. ഇങ്ങനെ ഫെയിലൊക്കെ ആവും. പിന്നെ ഇതൊക്കെ ഇതിന്റെ ഭാഗങ്ങളാ. ഇങ്ങനെ കുറെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതേ വാസ്തുവിനെ പ്രിന്റ് ചെയ്തപ്പോൾ റൊണാൾഡോ ആയി പോയില്ലേ? അത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇത് പ്രിന്റ് ചെയ്ത വരെ ഇത് പരുന്തുവാസമായിരുന്നു. അത് കഴിഞ്ഞാണ് അത് റൊണാൾഡോ ആയി പോയത്. ഞാൻ അബദ്ധത്തിൽ ഒരു പിരികം വരച്ചു പോയി. ഞാൻ ഒരു പിരികം വരച്ചു. ഞാൻ അതിന് ഇത് ഉണ്ട് പ്രിന്റ് ചെയ്ത് വന്നപ്പോൾ അത് പരുന്തുവാസം ആയിരുന്നു. അത് ആദ്യമേ ഞാൻ എൻ്റെ കൈവിരുത് കൊണ്ട് ഒരു പിരികം അറിയാതെ വരച്ചു പോയി. അപ്പോഴത്തേക്കും അത് റൊണാൾഡോ ആയിപ്പോയി. പരുന്തുവാസവും റൊണാൾഡോയും തമ്മിൽ ഒരു പിരികത്തിന്റെ വ്യത്യാസമുള്ളതെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. കേട്ടാ കേട്ടാ എന്ത് പെർഫെക്ഷനിലാണ് പ്രിന്റായി വരുന്നത് നോക്ക്. അപ്പൊ ഇത്ര ഉള്ളു ഇന്നത്തെ 3D ക്ലാസ് കഴിഞ്ഞു. ഇനി നമ്മൾ സിറ്റിയിലോട്ട് കയറാൻ പോവാണ്. 3D ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഡെയിലി ഇതിലൊക്കെ ക്ലാസ് എടുക്കാൻ ഞാൻ. അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം കഴിച്ചു. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഓ പാട്ട് ഡിസ്കോ ട്രോൾസ്. ഇന്ന് ഡിസ്കോ ട്രോൾസ് നോക്കണം. നാളെ നോക്കാം.